ഈശോയിൽ പ്രിയമുള്ളവരെ, പ്രതീക്ഷയുടെ ഒരു ലോകം. നമുക്കറിയാം, ഓരോ അസ്തമയവും ഒരു പുലരിയുടെ പ്രതീക്ഷയായിട്ടാണ് കടന്നു പോകുന്നത്. ഓരോ രാത്രിയും ഒരു പകലിൻ്റെ പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളാരും അസ്തമയം കണ്ട് അസ്വസ്ഥരാകാറില്ല. രാത്രിയെ നമ്മൾ പേടിക്കാറില്ല. കാരണം അത് നമുക്ക് വീണ്ടും പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട പല മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. പരീക്ഷയിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ ജീവിതം അവസാനിപ്പിച്ചവർ, ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ടതുകൊണ്ട് ജോലി ലഭിക്കാത്തതുകൊണ്ട് നാട് വിട്ടു പോകുന്നവർ, ബിസിനസ് തകർന്നതുകൊണ്ട് നിരാശയിലും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നവർ, കൃഷിനാശം സംഭവിച്ചതിൻ്റെ പേരിൽ, ദുരന്തങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ മനസ്സ് വേദനിച്ച് എല്ലാം അവസാനിപ്പിച്ച് കടന്നു പോകുന്നവർ. എന്നാൽ പ്രതീക്ഷയോടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ കഴിയുന്നവർക്ക്, പ്രതീക്ഷയോടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ കഴിയുന്നവർക്ക് ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും. യേശു നൽകുന്ന പ്രതീക്ഷ എപ്പോഴും നമ്മളെ കൂടുതൽ കരുത്തോടെ മുന്നേറാൻ സഹായിക്കുന്ന ഒന്നാണ്. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നതും പ്രതീക്ഷയറ്റ നിമിഷങ്ങളിലും പ്രതീക്ഷ നൽകുന്ന സന്ദേശമാണ്. ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നതും ഈശോ എടുക്കുന്ന നിലപാടുകളും ഈ പ്രതീക്ഷ നൽകുന്ന നിലപാടുകളാണ്. നമുക്കറിയാം, യേശുവിൻ്റെ മരണശേഷം നിരാശരായ ശിഷ്യന്മാർ, അതിൽ 2 പേർ എമ്മാവൂസിലേക്ക് പോകുന്ന ഒരു സംഭവം ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ സംഭവിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ട് പോവുകയാണ്. അവരുടെ മുഖം വളരെ മ്ലാനവതമായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷേ അവരുടെ കൂടെ ഈശോ സഞ്ചരിക്കുകയാണ്. അവരുടെ സംസാരമൊക്കെ ഈശോ കേൾക്കുകയാണ്. എന്താണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഈ നടന്ന കാര്യങ്ങളൊക്കെ നിനക്കറിഞ്ഞുകൂടെ എന്നവർ ചോദിക്കുകയാണ്. ഞങ്ങൾ പ്രവാചകനായ യേശുവിനെ പ്രതീക്ഷയോടെ കണ്ടിരുന്നു എന്നുള്ള കാര്യം അവർ പറയുകയാണ്. ഇസ്രായേലിൻ്റെ മോചകനായി ആയ ഒരു പ്രവാചകനായിട്ടാണ് യേശുവിനെ അവർ കണ്ടിരുന്നത്, അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. യേശു കുരിശിൽ മരിച്ചു, അല്ലെങ്കിൽ യഹൂദർ യേശുവിനെ കുരിശിൽ തറച്ച് കൊന്നു. ഇനി അവർക്ക് മുന്നോട്ട് പ്രതീക്ഷയൊന്നുമില്ല. അവർ പ്രതീക്ഷ അർപ്പിച്ച വ്യക്തി കല്ലറയിൽ അടക്കപ്പെട്ടു. അങ്ങനെ നിരാശരായി എമ്മാവൂസിലേക്ക് കടന്നുപോയ ആ ശിഷ്യരോടൊപ്പം ഈശോ കടന്നു ചെന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞത് മുഴുവൻ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അവരുടെ ഹൃദയം ജ്വലിക്കത്തക്ക രീതിയിൽ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കത് ജ്വലിച്ചതൊന്നും മനസ്സിലായിട്ടില്ല. വീണ്ടും അവരോടൊപ്പം താമസിച്ച് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുക്കുകയാണ്. അത് ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നുവെന്ന് ബൈബിൾ നമ്മൾ വായിക്കുന്നു. കണ്ണുകൾ തുറക്കാൻ തക്ക വിധത്തിൽ അവരുടെ ജീവിതത്തെ ഈശോ മാറ്റുകയാണ്. കണ്ണുകൾ തുറന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, നേരത്തെ ഈശോ പറഞ്ഞു കൊടുത്ത വചനങ്ങളൊക്കെ അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചിരുന്നു എന്നുള്ള സത്യം. പ്രിയമുള്ളവരെ, പ്രതീക്ഷകൾ ഇല്ലാത്ത നിമിഷങ്ങളിൽ നമ്മൾ നിരാശരായി കടന്നു പോകേണ്ടവരല്ല. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമുണ്ട്, കൂടെ വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുക, ആ ദൈവത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുക, ആ വചനങ്ങളിലേക്ക് പിന്തിരിയുക എന്ന സന്ദേശമാണ് ഈശോ നമുക്ക് നൽകുന്നത്. മാത്രവുമല്ല, പലരും ദൈവവിശ്വാസമൊക്കെ ഉപേക്ഷിച്ച് ഇപ്രകാരമാണ് ഞങ്ങളോട് പെരുമാറുന്നതെങ്കിൽ, എങ്ങനെയാണ് ദൈവം ഞങ്ങളോട് കാണിക്കുന്നതെങ്കിൽ ആ വിശ്വാസം പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. പക്ഷേ ഈശോ നൽകുന്ന പാഠം, കൂദാശകളിലേക്ക് കടന്നു ചെല്ലുന്ന, അല്ലെങ്കിൽ അപ്പം ഭക്ഷിക്കുന്ന അവർ കൂദാശ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കുവാനായിട്ട്, പ്രതീക്ഷയോടെ നമ്മളെ പ്രശ്നങ്ങളെ നോക്കിക്കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അവർ തിരിച്ച് നടക്കുകയാണ്. തിരിച്ചവർ ജെറുസലമിലേക്ക് പോകുകയാണ്. അങ്ങനെ ഒരു തിരിച്ചു നടപ്പിൻ്റെ, പ്രതീക്ഷയുടെ ഒരു നടപ്പിൻ്റെ അനുഭവം ഈ എമ്മാവൂസിലേക്കുള്ള ശിഷ്യന്മാരിൽ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ, ചിലപ്പോൾ ഒരുപക്ഷെ വചനത്തിലൂടെ ആയിരിക്കണമെന്നൊന്നുമില്ല, ഏതെങ്കിലും വ്യക്തികളിലൂടെ, ഏതെങ്കിലും സമൂഹത്തിലൂടെ, ഏതെങ്കിലും കാര്യങ്ങളിലൂടെ ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന അനുഭവം ഉണ്ടാകും. ഞാൻ ഓർക്കുന്നു,
അടിമാലിക്കടുത്ത് മുക്കൂട്ടുതറയിൽ ഒരു ബിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ. അദ്ദേഹം ഒരു വയറിംഗ് ഒക്കെ നടത്തി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പ്ലംബിംഗ് ഒക്കെ നടത്തി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ കൊട്ടാരക്കരയിൽ നിന്ന് വയറിംഗ് കഴിഞ്ഞ് ബൈക്കിൽ തിരിച്ചു പോരുമ്പോൾ ബൈക്ക് സ്കിഡായി റെയിൽവേ പാളത്തിലേക്ക് വീണ് നട്ടലടിച്ച് പൊട്ടി അരയ്ക്ക് താഴോട്ട് പരിപൂർണമായിട്ട് തളർന്നുപോയി. പല വിധത്തിലുള്ള ചികിത്സകൾ അദ്ദേഹം സ്വീകരിച്ചെങ്കിലും അവസാനം ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, ബിജു ഇനി നിവൃത്തിയൊന്നുമില്ല, ഇനി ഒരു വീൽ ചെയർ വാങ്ങുക, ജീവിക്കാനായിട്ട് നോക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ചികിത്സകളെല്ലാം തീർന്നു. വൈദ്യശാസ്ത്രത്തിന് ഇനി അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ അല്ലെങ്കിൽ അരയ്ക്ക് താഴോട്ടുള്ള ബലം കൊടുക്കുവാനായിട്ടുള്ള ഒരു ചികിത്സാവിധികളുമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആയുർവേദത്തിലും അദ്ദേഹം പരീക്ഷിച്ചു, പക്ഷേ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി. പിന്നീട് അദ്ദേഹം ഒരു വീൽ ചെയറിലിരുന്ന് അദ്ദേഹം മിക്സി പോലുള്ള ഉപകരണങ്ങളൊക്കെ നന്നാക്കാൻ തുടങ്ങി. അദ്ദേഹം പറയുകയായിരുന്നു, അങ്ങനെയുള്ള മിക്സികളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് എല്ലാം അഴിച്ചു നോക്കി അതിൻ്റെ വർക്കിംഗ് ഒക്കെ നോക്കി അത് നന്നാക്കാനായിട്ടുള്ള ഒരു കൃപ അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. പിന്നീട് അദ്ദേഹം ഒരു മോട്ടറുകളൊക്കെ കൊണ്ടുവന്ന് നന്നാക്കാൻ തുടങ്ങി. പിന്നെ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം വികസിപ്പിച്ചെടുക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം നാഷണൽ ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു ചാനൽ കാണുന്നത്. നാഷണൽ ജിയോഗ്രഫി ചാനൽ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അന്ന് കാണുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വിമാനത്തിൻ്റെ കോക്പിറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു രംഗമാണ്. അങ്ങനെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലിവർ ഇങ്ങോട്ട് വലിക്കുമ്പോൾ വിമാനം ഇങ്ങനെ പൊങ്ങിപ്പറക്കുന്ന ആ ഒരു ദൃശ്യം അദ്ദേഹം കാണുകയാണ്. ആ ദൃശ്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, പ്രത്യേകിച്ച് വികലാംഗരായിട്ടുള്ള അല്ലെങ്കിൽ തളർന്നു പോയിട്ടുള്ള വ്യക്തികൾക്ക് മൂവ്മെൻറ്റ് സാധ്യമല്ല. അവർക്ക് നടക്കാൻ പറ്റില്ല, വാഹനം ഓടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല, മറ്റുള്ള ആഘോഷങ്ങൾക്കോ കല്യാണങ്ങൾക്കോ മറ്റുള്ള ഏതെങ്കിലും ചടങ്ങുകൾക്കോ ഒന്നും അവർക്ക് സംബന്ധിക്കാൻ പറ്റില്ല, പള്ളിയിൽ പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് ഇതാണ്, മൂവ്മെൻറ്റ് നടക്കുന്നില്ല. അങ്ങനെ ഈ ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കുവാനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങണമെങ്കിൽ എറണാകുളത്ത് വരണം. അതുകൊണ്ട് കൂട്ടുകാരുടെ സഹായം തേടണം, കാറ് വിളിക്കണം, അദ്ദേഹത്തെ എടുത്ത് കാറിൽ കയറ്റും. അങ്ങനെ അദ്ദേഹം ആ കാറിൽ തന്നെ ഇരിക്കും, കടയുടെ മുമ്പിൽ ചെന്ന് ഓർഡർ കൊടുക്കും, കടക്കാരൻ വണ്ടിയിൽ എടുത്തു വെക്കും. അന്ന് അദ്ദേഹത്തിന് തോന്നി, ഈ കാറിനി സ്വന്തം ഓടിച്ചു പോകാനായിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ ചെയ്താലോ. അദ്ദേഹം അങ്ങനെ അതിനുവേണ്ടി ഒരു ഉപകരണം ഉണ്ടാക്കി കയ്യിൽ തന്നെ ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ അടങ്ങുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. അത് വാങ്ങിയ ആ വണ്ടിയുടെ ഗിയറിൽ പിടിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. അങ്ങനെ അദ്ദേഹം അത് ഓടിച്ച് പരീക്ഷിച്ചപ്പോൾ അത് വിജയിച്ചു. പക്ഷേ അങ്ങനെയുള്ള വണ്ടികൾ ഓടിക്കാനുള്ള അനുവാദം ഗതാഗത വകുപ്പ് കൊടുക്കാറില്ല. എങ്കിലും ഇത് ഇന്നൊവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്നൊവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആൾക്കാരത് എത്തിക്കാൻ കാരണമായി. അവരതിനെക്കുറിച്ച് പഠിക്കാൻ കാരണമായി. പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പുതിയതായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തമായിട്ട് കണ്ടതുകൊണ്ട് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാം അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കുകയാണ്. അവാർഡ് കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുമ്പോൾ അദ്ദേഹം വീൽ ചെയറിലാണ്. ആ മഹാനായ പ്രസിഡൻറ്റ് സ്റ്റേജ് വിട്ടിറങ്ങി വന്ന് ബിജുവിൻ്റെ അടുക്കൽ വന്ന് അങ്ങനെ അവാർഡ് കൊടുക്കുകയാണ്. മാത്രവുമല്ല, അപ്പോൾ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ RTOയുടെ ഓഫീസുകളിലേക്കും മെസ്സേജ് കൊടുക്കുകയാണ്, ഇത്തരത്തിൽ വണ്ടി ഓടിക്കാനായിട്ടുള്ള ലൈസൻസ് കൊടുക്കാൻ, അങ്ങനത്തെ വണ്ടി നിർമ്മിക്കാനായിട്ടും ലൈസൻസ് കൊടുക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവും കൂടി പുറപ്പെടുവിക്കുവാൻ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ വികലാംഗർക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ള അവകാശം കൊടുക്കുന്ന ഈ സംവിധാനം കൊടുക്കാനായിട്ട് ബിജുവിന് അവസരം ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, തകർന്നു പോകാവുന്ന ഒരു ജീവിതമായിരുന്നു, തളർന്നു പോകാവുന്ന ഒരു ജീവിതമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായപ്പോൾ, ഒരുപക്ഷെ നാഷണൽ ജിയോഗ്രഫിയിലൂടെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രചോദനം സ്വീകരിച്ച് ആ പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്തു വന്നപ്പോൾ ബിജുവിൻ്റെ ജീവിതം വളരെ വ്യത്യസ്തമായി മാറി. ഞാനന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ ഏകദേശം ഒരു 300ഓളം വാഹനങ്ങൾക്ക് അദ്ദേഹം ഈ സംവിധാനം ഉണ്ടാക്കി. 300ഓളം പേർക്ക്, ഈ വികലാംഗരായിട്ടുള്ള വ്യക്തികൾക്ക് മൂവ് ചെയ്യുവാനായിട്ടുള്ള, വാഹനം ഓടിക്കുവാനായിട്ടുള്ള വലിയ അവസരം അദ്ദേഹം ഒരുക്കുകയും ചെയ്തു. പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുന്ന പ്രത്യാശയുടെ പുതുനാമ്പുകൾ ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ബിജുവിൻ്റെ ജീവിതം തെളിയിക്കുകയാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തരുത്. നിൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് എല്ലാത്തിനെയും മറികടന്നു പോകുവാനായിട്ടുള്ള ശക്തി തരും. അതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. നിരാശരായിട്ട് മടങ്ങിപ്പോകുവാനായിട്ടല്ല, നിരാശരായിട്ട് നോർമൽ ലൈഫിൽ നിന്ന് മാറിപ്പോകുവാനായിട്ടല്ല,
നിരാശരായിട്ട് ജീവിതം അവസാനിപ്പിക്കുവാനായിട്ടല്ല, പ്രതീക്ഷയോടെ കടന്നു വരുവാനായിട്ട് ഈശോ ഈ ദിവസത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. തിബേരിയസ് കടൽത്തീരത്ത് ഈശോ പ്രത്യക്ഷപ്പെടുന്ന രംഗത്ത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. മറ്റൊരു പറഞ്ഞു, ഞങ്ങളും പോരുകയാണ്. രാത്രി മുഴുവൻ അവരധ്വാനിച്ചു, പക്ഷേ ഒന്നും അവർക്ക് ലഭിച്ചില്ല. തീരത്തേക്ക് വന്നപ്പോൾ അവിടെ നിൽക്കുകയാണ് ഒരു വ്യക്തി. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? നിങ്ങളുടെ കയ്യിൽ വല്ലതുമുണ്ടോ? ഒന്നും കിട്ടിയില്ല എന്നൊരു മറുപടി പറയുകയാണ്. ആ മനുഷ്യൻ പറയുന്നു, വലതുവശത്ത് വല വീശുക. അവരനുസരിച്ചു. വലതുവശത്ത് വല വീശിയപ്പോൾ ആ വല നിറയെ മത്സ്യം കിട്ടുകയാണ്. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വന്നവരാണ്. മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നിട്ട് അവസാനം അതെല്ലാം നടക്കില്ല എന്ന് കണ്ടുകൊണ്ട് പഴയ ജീവിതത്തിലേക്ക്, പഴയ മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോയ ആ ശിഷ്യന്മാർ കടന്നു വന്നപ്പോഴും അവരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു ദൈവത്തെ അവിടെ കാണുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമുണ്ട്. മാത്രവുമല്ല, നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവർക്ക് വേണ്ടി പ്രാതൽ കഴിക്കുവാൻ അപ്പം ചുട്ടും മീൻ വറുത്തു വെച്ചും പ്രാതൽ കഴിക്കുവാൻ മക്കളെ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന യേശുവിനെ നമ്മൾ കാണുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് കടന്നു പോകുമ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ, പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് നമുക്ക് നൽകുവാനായിട്ടെല്ലാം ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, എന്തിനു പിന്നെ നമ്മൾ നിരാശപ്പെടണം? എന്തിനു നമ്മൾ ആകുലപ്പെടണം? എന്തിനു നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് കടന്നു പോകണം? ആ യേശുവിനെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായാൽ, അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാനിടയായാൽ, വലിയ പ്രതീക്ഷയിലേക്ക്, വലിയ പ്രത്യാശയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ട് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്ന് പ്രതീക്ഷയുടെ ഒരു ദിവസമാക്കി നമ്മൾ മാറ്റണം. നാളെ പ്രതീക്ഷയുടെ നമുക്ക് മാറ്റണം. പ്രതീക്ഷയുടെ വലിയൊരു ഭാവി നമ്മുടെ മുമ്പിൽ കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തോടെ മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്രകാരം മുന്നേറുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത്, വിജയത്തിലെത്തുന്നത്. അനേകരുടെ ജീവിതത്തെ വിജയത്തിലെത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതും ഈ പ്രതീക്ഷയോടെ കടന്നു പോകുമ്പോഴാണ്. അതുകൊണ്ട് പ്രതീക്ഷ നൽകുന്ന ഈ ദൈവത്തെ, പ്രതീക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്ന ഈ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച്, ഈ ദിവസം സ്വീകരിച്ച് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ വലിയ പ്രതീക്ഷയിലേക്ക് നയിക്കണമേ എന്ന്. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ സകല നിരാശ ബോധങ്ങളെയും, സകല സങ്കടങ്ങളെയും, പ്രതീക്ഷയറ്റ നിമിഷങ്ങളെയും എല്ലാം നമുക്ക് സമർപ്പിക്കാം. എത്ര നാളായി പ്രാർത്ഥിച്ചിട്ടും ഫലം ലഭിക്കാത്ത അനേക കാര്യങ്ങളുണ്ടാകാം. അനേക ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു നിന്നിട്ടും അതൊന്നും നേടാൻ കഴിയാതെ ഇന്ന് വളരെ ശൂന്യമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ആഗ്രഹിച്ചതൊന്നും, പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടക്കാതെ പോയതിൻ്റെ സങ്കടങ്ങളും നിരാശകളും നമ്മുടെ ഉള്ളിലുണ്ടാകാം. വേണ്ടത്ര ഒരു ജോലി ലഭിക്കാത്തതിൻ്റെ വിഷമങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകാം. വിചാരിച്ചതുപോലെയുള്ള വിവാഹം നടക്കാത്തതിൻ്റെ വിഷമങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകാം. പരീക്ഷയിലോ മറ്റു വിഷയങ്ങളിലോ ഒക്കെ ഉയർന്ന വിജയം നേടുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥയുണ്ടാകാം. ബിസിനസ് തകർന്നു പോയ അവസ്ഥയുണ്ടാകാം. കൃഷികൾ ഇല്ലാതായി പോയ നിമിഷങ്ങളുണ്ടാകാം. എന്നാലും പ്രതീക്ഷിക്കാൻ ഇനിയേറെ വകയുണ്ട്. കാരണം പ്രതീക്ഷ നൽകുന്ന കർത്താവ് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ അവിടുന്നുണ്ട്. നമ്മളെ കാത്തു നിൽക്കാൻ അവിടുന്നുണ്ട്. എല്ലാം ഒരുക്കി നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. കർത്താവേ, ഈ സമയം പ്രതീക്ഷകളിലേക്ക് ഞങ്ങൾ നയിക്കണമേ. പ്രത്യാശാനിർഭരമായ ഒരു വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണെന്നും, ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നവനാണെന്നും, ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നവനാണെന്നും, ഞങ്ങൾക്കെല്ലാം വ്യാഖ്യാനിച്ചു തരുന്നവനാണെന്നും, ഞങ്ങളെ തിരിച്ചു നടക്കാൻ പ്രേരിപ്പിക്കുന്നവനാണെന്നും, ഞങ്ങളെ എല്ലാം ചെയ്യുവാനായിട്ട് അവിടുന്ന് അവസരമൊരുക്കുന്നവനാണെന്നും തിരിച്ചറിഞ്ഞ് നിന്നിൽ വിശ്വസിച്ച് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ മുന്നേറാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും തന്ന് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.